കൂട്ടുകാരെ, രാവിലെ ഉണ്ടല്ലോ 10 മണിയായപ്പോൾ ഇറങ്ങിപ്പോയൊരു പെങ്കൊച്ച. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഇവിടെ പുറകെ മണക്കുമായിരുന്നു കുറേ നേരം കൊണ്ട്. ഇവിടെ ഇപ്പോൾ കയറി വന്നവരെ കണ്ടോ, ഇവിടെ എന്തോ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ഉപദേശം കൊടുക്കാൻ പോവാം ഞാൻ. കയറി ഇങ്ങോട്ട്. ഭയങ്കര പേടിച്ചൂറിയാണേ. കുത്തി അവിടെ ഇരുന്നങ്ങ് വാ കേട്ടോ. പാപ്പം കൊടുക്കാൻ വേണ്ടി കയറി വന്നപ്പം ഇവിടെ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ പോയി. നോക്കിയിട്ട് നോക്കിയാൽ അത് ഇങ്ങനെ പാഞ്ഞു പോകുന്ന ആശാട്ടി. ഇത് പുറകെ നടന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഒരു ചിന്താഗതി ഇവക്കില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം. പക്ഷെങ്കിൽ പിന്നെ വേഗം തന്നെ വരും. ഒന്നും പോകത്ത. പക്ഷെ ഇന്നെന്തോ പറ്റി, ഇന്നൊക്കെ എന്തോ സാധനം കിട്ടിയ പോലെ ആയിപ്പോയേ. ഇടേ ഇങ്ങനെ പോകും പെൺപിള്ളേർ, അഴിഞ്ഞു പോകും പെൺപിള്ളേർ. വല്ലവരും അതിലെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി നിന്നെ തപ്പും. എനിക്ക് പുറകെ കേസിനെ ബുക്കാറിനെ വഴക്കിനെ പോകാൻ എന്നെ കൂടെ സമയമുണ്ടോ? ഉണ്ടോ? എല്ലാവരും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഇതൊക്കെ പെൺപിള്ളേരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലോ ഇത്. ഞാൻ എന്നും പറയുന്ന കാര്യമാണോ ഇതെന്ന് പറഞ്ഞ് പോകല്ലേ എന്ന്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ? അതിലെതിരെ പോയിച്ച് വല്ലവരും പിടിച്ചോണ്ട് പോയി ആരെങ്കിലും കൊച്ചേട്ടന്മാരോട് കണ്ണോ കാലോ വല്ലതും കാണിച്ചെങ്കിൽ നീ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പിന്നെ എൻ്റെ പുറകെ നടക്കുകയും ചെയ്യണം. ഒറ്റ ദിവസം മേലാ പോയേക്കത് പറഞ്ഞു കേട്ടോ. അവിടെയാണ് പോയിട്ട് പിന്നെ അണ്ണാനും ഭഗവാനും ചപ്പിയ പോലെ പിന്നെ കയറി വന്നിട്ട് പിന്നെ എനിക്കിതിൻ്റെ പുറകെ ഒന്നും ബഹളത്തിനും വഴക്കിനും മുക്കാറും ഒന്നും നടക്കാൻ വയ്യ. കണ്ടോ നേരത്തെ ചേച്ചി കണ്ടോ നടക്കുന്നത് 5 പേരെയും കൊണ്ട്. താഴത്തെ സൂക്ഷിച്ചേച്ച് നടക്കുന്നുണ്ടോ 10 പേരെയും കൊണ്ട്. ഒറ്റ ദിവസം പോയേക്കല്ലോ അടിച്ചാൽ സേഫ് ചെയ്യാൻ മാറ്റും ഞാൻ കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ഇന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ മുഖത്തോട് നോക്കി മുഖത്തോട് നോക്കാൻ. ഇങ്ങോട്ട് നോക്കിയേ മുഖത്തോട് നോക്കാനാ പറഞ്ഞ. കള്ളം നോക്ക്, കള്ളി മുഖത്തോട് പോലും നോക്കുന്നില്ല. കണ്ടോ അവിടെ അളവ്, കണ്ടോ അവിടെ അളവ്. മുഖത്തൊക്കെ ഓ അണച്ച് കാണിക്കും. അണച്ച് ചോറ് തരാമേ.